സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത്. 3 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നത്. ഇതിനിടയിൽ വാട്ടർ ടാങ്കിൽ നിന്നും മണം വന്നു തുടങ്ങി. അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി 1 മാസം ഒളിവിൽ താമസിച്ചു. ഇതൊക്കെ നടക്കുന്നത് 2017 ജൂലൈയിലാണ്. വൈകാതെ ഹനാൻ അറസ്റ്റിലായി. ഉടനെ തന്നെ ഞാനും അറസ്റ്റിലായി. വൈകാതെ നാട്ടിൽ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വാട്സപ്പ് DP ഒരു ഉദയസൂര്യന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഒരു പുലർച്ചെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണത്. നിമിഷപ്രിയയുടെ വാക്കുകളാണിത്. എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നെ. മനസ്സിൽ നിറയെ ഭീതിയാണെങ്കിലും മനസ്സിന്റെ ഉള്ളില് എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട്. ആരെങ്കിലും കൈപിടിച്ച് എന്നെ കരകയറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിമിഷപ്രിയ ഇപ്പോഴും കാത്തിരിക്കുന്നത്. അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ച 18 മുതൽ തുടങ്ങിയ കരച്ചിലാണിത്. ഒരുപാട് പ്രതീക്ഷകളോടെ മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്ന് കുറെ പീഡനങ്ങളെല്ലാം സഹിച്ച് വെറും കുറ്റവാളിയാക്കപ്പെട്ട് ജയിലിൽ അടച്ച് ഇപ്പോ തൂക്കുകാരും മുന്നിൽ കണ്ടു നിൽക്കുകയാണ്. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് നിമിഷപ്രിയ ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത്. നാട്ടിലൊരു ഭർത്താവും കുഞ്ഞും ഉള്ളപ്പോൾ യമനിൽ പോയി അവിടുത്തെ ഒരു പൗരനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ നിമിഷപ്രിയ അയാളെ കൊലപ്പെടുത്തി 150 കഷ്ണങ്ങളോളം ആക്കിയിട്ട് വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച്. ഇതാണ് മറ്റുള്ളവരുടെ കണ്ണിൽ നിമിഷപ്രിയയെ കുറിച്ചുള്ള ഒരു ചിന്ത. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്റെ ജീവിത കഥയാണ്. ഇത് നിങ്ങൾ എല്ലാവരും അറിയണം എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. പറയുന്നത് ഇതാണ്: ഇനി മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണം. എന്നോട് ഒരിക്കൽ പോലും സംസാരിക്കാതെ ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് നാട്ടിൽ എല്ലാവരും അറിഞ്ഞത്. മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും എന്നെ എന്റെ അമ്മയും ഭർത്താവും വിശ്വസിക്കുന്നുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും തനിക്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് നിമിഷ പറയുന്നുണ്ട്. 2008 ഞാൻ നഴ്സായി യമനിൽ എത്തുന്നത്. എല്ലാ പെൺകുട്ടികളെ പോലെയും വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ഇവിടേക്ക് ഞാൻ എത്തിയത്. അവിടെ ഒരു ക്ലിനിക്കിലായിരുന്നു ജോലി. 3 വർഷം ജോലി ചെയ്ത് 2011 നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു. 2012 ഭർത്താവിനൊപ്പമാണ് വീണ്ടും യമനിൽ എത്തിയത്. അവിടെ അയാൾ വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി മിച്ചമൊന്നും ഉണ്ടായില്ല. അങ്ങനെ സ്വന്തമായിട്ടൊരു ക്ലിനിക് തുടങ്ങാൻ തീരുമാനിച്ചു. നിമിഷം മുൻപ് ജോലിക്ക് നിന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി വന്ന അബ്ദുൾ മഹദി എന്ന യമൻ പൗരനുമായി നിമിഷ പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോട് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നത് സംസാരിക്കുന്നതും. അദ്ദേഹത്തിന്റെ വീട്ടുകാരും അവിടെ തന്നെയാണ് ചികിത്സയ്ക്ക് വരാറുള്ളത്. അയാളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തമായി ഒരു ക്ലിനിക്ക് എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോയത്. ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്ക് തുടങ്ങുന്നത് അസാധാരണ സംഭവമൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് നിമിഷ അതിന് മുന്നോട്ട് നിന്നത്. നാട്ടിൽ പോയി ക്ലിനിക്ക് തുടങ്ങാൻ കുറച്ച് പണം ഉണ്ടാക്കാമെന്ന് കരുതി നാട്ടിലേക്ക് വന്ന നിമിഷയ്ക്കൊപ്പം സ്പോൺസറായ യമൻ പൗരനും നിമിഷയ്ക്കൊപ്പം കേരളം കാണാൻ വന്നു. 1 മാസം അവധി ഉണ്ടായിരുന്നു. അയാളും കൂടെ ഒരു കൂട്ടുകാരിയുമായിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അവർ നാട്ടിൽ വന്ന് പല സ്ഥലങ്ങളും കാണാൻ പോയി. നിമിഷയുടെ വിവാഹ ആൽബം അവരെ കാണിച്ചിരുന്നു. അതിൽ നിന്നും ഫോണിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അയാൾ നിമിഷയ്ക്ക് നിമിഷയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയതുമില്ല. തിരികെ അയാളോടൊപ്പം യമനിലേക്ക് പോയപ്പോൾ ഭർത്താവ് കൂടെ വന്നില്ല. ഇവിടെ നിന്ന് പലരോടായി പണമൊക്കെ കടം വാങ്ങിച്ച് ക്ലിനിക്കിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയായിരുന്നു അദ്ദേഹം. യമനിൽ തിരിച്ചെത്തിയ നിമിഷ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പോകാതെ പുതിയൊരു ക്ലിനിക്ക് തുടങ്ങി. ഇതിനകം ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ വഴക്കിന് വന്നു. അവർക്ക് വരുമാനം കുറഞ്ഞു എന്നാണ് പരാതി. ഈ ക്ലിനിക്കിന്റെ ഒരു ഓഹരി അയാൾക്ക് നൽകാമെന്ന് പറഞ്ഞ് കരാർ എഴുതിയത് അറബിയിലായതുകൊണ്ട് എന്താണ് എഴുതിയത് എന്ന് പോലും വ്യക്തമല്ലായിരുന്നു. ഈ സമയത്താണ്
തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത്. ലഹരിക്കടിമയായ അയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. മോഷണത്തിനും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതിനിടയിൽ ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. വഴക്കുണ്ടാകുമ്പോൾ ഓഫീസിൽ എത്തി ബുക്കിൽ വെള്ളമൊഴിക്കുക, തുപ്പുക എന്നിങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പണം മുഴുവൻ അയാൾ എടുക്കുന്നത് ക്ലിനിക് മാനേജരോട് പറഞ്ഞപ്പോൾ മാനേജർ പറയുന്നത്, അയാൾ എടുക്കുന്നതിന് എന്താണ് തെറ്റ്? അയാൾ എടുത്താലും രണ്ടും ഒരു വീട്ടിലേക്കല്ലേ വരുന്നത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ എന്നാണ് അയാൾ ചോദിച്ചത്. നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നാണ് തലാൽ എല്ലാവരോടും പറഞ്ഞത്. ചില ഫോട്ടോ സഹിതം അയാൾ കാണിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ക്ലിനിക്കിന്റെ ലാഭം സ്വർണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു. അതും അയാൾ തട്ടിയെടുത്തു. അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ട നിമിഷ വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം 16 ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി. മറ്റാരുടെയോ സഹായത്തോടെ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും അയാൾ ഉണ്ടാക്കി. വിവാഹ ഫോട്ടോ എന്ന രീതിയിൽ അയാൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതും കേരള യാത്രയ്ക്കിടയിൽ എടുത്ത ഫോട്ടോസും ഒക്കെ കാണിച്ച് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ച് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനിടയിൽ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 20 സിം കാർഡെങ്കിലും ഞാൻ എടുത്തു കാണും. അയാൾ അതെല്ലാം ഓടിച്ചു കളയും. അയാളുടെ ഭാര്യയായിട്ടാണ് പിന്നീട് പുറത്തു വരുന്നത്. അയാളുടെ ചേട്ടനും മറ്റും ചേർന്ന് ഞങ്ങളുടെ വിവാഹ ചടങ്ങുകൾ പോലെ ചടങ്ങുകൾ വരെ നടത്തി. അയാളുടെ കൂടെ എനിക്ക് താമസിക്കേണ്ടി വന്നു. ഇതിനിടയിൽ പാസ്പോർട്ട് അയാൾ കൈക്കലാക്കി. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. കൂട്ടുകാരെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് മദ്യപിച്ച് കൂട്ടുകാർക്ക് കാഴ്ചവെക്കാൻ പോലും നിർബന്ധിച്ചു. പാതിരാത്രിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അയൽവാസികളാണ് രക്ഷപ്പെടുത്തുന്നത്. നീ എന്താണ് എന്റെ ഇഷ്ടത്തിനൊക്കെ എതിര് നിൽക്കുന്നത് എന്നും ചോദിച്ചിട്ടാണ് അയാൾ അടിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾ എന്റെ ഭർത്താവല്ലല്ലോ എന്ന്. അപ്പൊ അയാൾ പറയാണ്, നീ എന്റെ ഭാര്യയാണ്, അനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. അയാളുടെ കയ്യില് എപ്പോഴും ഒരു കത്തി ഉണ്ടാവും. അതുകൊണ്ട് എന്റെ കൈ മുറിവേൽപ്പിച്ചു, ഞരമ്പ് മുറിഞ്ഞ് ചോര ഒലിച്ച്, എന്നിട്ട് ബാത്റൂമിലേക്ക് എന്നെ തെള്ളിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ക്ലിനിക്കിലെത്തി. സ്വന്തമായിട്ട് സ്റ്റിച്ച് ഇട്ടത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ അയാൾ പല കുറ്റത്തിനും ജയിലിൽ കിടന്ന്. ജയിലിൽ പോയി പാസ്പോർട്ട് തിരികെ തരാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ. എന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു രക്ഷയും ഇല്ല. പാസ്പോർട്ട് നഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞിട്ട് എംബസിയെ വരെ ഞാൻ സമീപിച്ചു. പത്രപരസ്യം നൽകി കാത്തിരിക്കണമെന്നാണ് എംബസി എന്നോട് പറഞ്ഞത്. ആ വഴിയും അടഞ്ഞു. ജയിലിൽ വരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ കാണാറുണ്ടായിരുന്നു. എന്റെ കാര്യങ്ങൾ അറിഞ്ഞ അദ്ദേഹം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് അനസ്തേഷ്യ നൽകി മയക്കി ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി അദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്ത് ഡിവോഴ്സ് പേപ്പറിൽ നമുക്ക് ഒപ്പ് ഇടിയിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പാസ്പോർട്ട് തിരികെ വാങ്ങാം എന്നും അയാൾ പറഞ്ഞു. ക്ലിനിക്കിൽ ജോലി ചെയ്ത ഹനാൻ എന്ന യുവതിയും തന്റെ സങ്കടം കണ്ട് കൂട്ടുനിന്നു. ഇതിനിടയിൽ അയാൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയി മരുന്ന് വേണമെന്ന് പറഞ്ഞു. ഇതൊരു നല്ല അവസരമാണല്ലോ എന്ന് കരുതി മയങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ചു. ആദ്യമൊന്നും അയാൾ മയങ്ങിയില്ല. ആദ്യം കുത്തിവെച്ചപ്പോൾ അയാൾ മയങ്ങിയില്ല. അപ്പോ പിന്നെ കുറച്ചുകൂടി ഡോസ് കൂട്ടി കുത്തിവെച്ചു. അയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് ബോധം കെട്ട് താഴെ വീണു. പൾസ് നോക്കിയപ്പോൾ ഒട്ടുമില്ല. ആകെ ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിന്നു. തലയ്ക്കാണ് പിരിമുറുക്കം. ഞാൻ 2 ഡോസ് മരുന്നും കഴിച്ച് പിരിമുറുക്കം മാറാനുള്ള. അതോടുകൂടി എന്റെ മാനസിക നില പ്രശ്നമായി. താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഹനാനാണ് പിന്നീട് കാര്യങ്ങൾ ചെയ്തത്. അയാളുടെ മൃതദേഹം ദൂരെ കൊണ്ടുപോയി കളയാനായിരുന്നു തീരുമാനം. സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത്. 3 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നത്. ഇതിനിടയിൽ വാട്ടർ ടാങ്കിൽ നിന്നും മണം വന്നു തുടങ്ങി. അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി. 1 മാസം ഒളിവിൽ താമസിച്ചു. ഇതൊക്കെ നടക്കുന്നത് 2017 ജൂലൈയിലാണ്. വൈകാതെ ഹനാൻ അറസ്റ്റിലായി. ഉടനെ തന്നെ ഞാനും അറസ്റ്റിലായി. വൈകാതെ നാട്ടിലും എല്ലാവരും അറിഞ്ഞു.
ജയിലിലായ തനിക്ക് വേണ്ടി വാദിക്കാനൊന്നും വക്കീൽ ഉണ്ടായിരുന്നില്ല. യമൻ പൗരനായതുകൊണ്ട് അവിടെ ഉള്ളവർ അയാൾക്ക് അനുകൂലമായിരുന്നു. എംബസിയെ സമീപിച്ചെങ്കിലും പ്രയോജനം ഒന്നും ഉണ്ടായില്ല. ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ടു ഒരു വക്കീലിനെ എനിക്ക് തന്നു. അയാൾ വേണ്ട രീതിയിൽ കേസൊന്നും നടത്തിയതുമില്ല. ഇതിനിടയിലാണ് ഹനാന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കഴിഞ്ഞ 18-ന് കോടതി വിധിയിൽ കേസിൽ കുറ്റക്കാരി എന്ന് കണ്ട് എനിക്കും വധശിക്ഷ വിധിച്ചു. അപ്പീൽ നൽകാൻ 15 ദിവസത്തെ കാലാവധി തന്നു. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാട്ടിൽ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. മരിച്ച ആളിന്റെ ബന്ധുക്കൾക്ക് 70 ലക്ഷം രൂപ കൊടുത്താൽ ജീവൻ തിരികെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സഹായിക്കാൻ വേണ്ടി പലരുടെയും മുന്നിൽ ഞാൻ കൈനീട്ടുന്നുണ്ട്. ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ ഒരിക്കലും കൊല്ലണമെന്ന് കരുതിയിട്ട് ചെയ്തതല്ല. അങ്ങനെ സംഭവിച്ചു പോയി. എന്റെ അവസ്ഥ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു പോയി. ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. മയക്കി കിടത്തിയിട്ട് എന്റെ പാസ്പോർട്ട് എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് എന്നാണ് ഈ നിമിഷ പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് നിമിഷയെ ജീവനോട് തന്നെ നമുക്ക് നാട്ടിലെത്തിക്കാൻ കഴിയട്ടെ. ആ സഹോദരിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ജനങ്ങൾ എന്താണോ ചെയ്യാൻ ഒക്കുക അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കണം.